ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 2 വീക്സിൽ വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വേണം എന്നുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ പ്രോഡക്ട്സ് മെൻഷൻ ചെയ്യാം കേട്ടോ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഏകദേശം 15 പ്രോഡക്ട്സാണ് കാണിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റ്സാണ് ഞാൻ മിക്കതും സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാറ് കേട്ടോ. പക്ഷേ അതിലും ചില സമയത്ത് ബ്രോക്കൺ പ്രോഡക്റ്റ്സോ അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈ ആവാത്ത കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുക്കാം. ഒട്ടും സമയം കളയാതെ ഫസ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടും യൂസ്ഫുള്ളായിട്ടും തോന്നിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതുപോലൊരു കുഞ്ഞു ബോക്സിലായിട്ടാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കീ ചെയിൻ ആണെന്ന്. പക്ഷേ ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൊളാപ്സിബിൾ ഗ്ലാസ് ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ പുറത്തു പോയി വെള്ളം കുടിക്കുന്ന സമയത്ത് കുറേ പേര് ഉപയോഗിച്ച ഗ്ലാസ് ആയിരിക്കും മിക്ക പ്യൂരിഫയറിൻ്റെ അടുത്തും വെച്ചിട്ടുണ്ടാവുക അല്ലേ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കാതെ തന്നെ ഇരിക്കും. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ഹാൻഡി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 174 റുപ്പീസാണ് കേട്ടോ. ലീക്ക് ഉണ്ടോ നോക്കാനായിട്ട് ഞാൻ വെള്ളം നിറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കണ്ടീഷനിലാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. മീഷോന്ന് പണി കിട്ടിയ ഒരു ഐറ്റമാണിത്. 200 and സംതിങ്ങിനാണ് കേട്ടോ ഈ 6 മഗ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോഴാണ് പണി കിട്ടിയ കാര്യം മനസ്സിലായത്. 3 മഗ്ഗിൻ്റെയും പിടി ഇതുപോലെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. 3 നല്ല കണ്ടീഷനിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ റിവ്യൂ ഒക്കെ നോക്കിയ സമയത്ത് ഒരുപാട് ഫോട്ടോസിൽ 6 മഗ്ഗും നല്ല രീതിയിൽ എത്തിയതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി നല്ല പാക്കേജിങ് ആവശ്യമാണെന്ന് തോന്നി. ബോക്സിനകത്ത് ഇതിന് മൂവ് ചെയ്യാനുള്ള സ്ഥലമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒടിഞ്ഞു പോയിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ റിട്ടേൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊരു ബൗളിൻ്റെ സെറ്റാണ്. 5 ബൗൾ വരുന്നൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ 2 പ്ലേറ്റ്സും സാലഡ് ബൗൾസും ആയിട്ടുള്ളത് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ബൗൾ സെറ്റാണത്. നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 4 സാലഡ് ബൗൾസും പിന്നെ ഒന്ന് ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന കുറച്ച് വലിയ ബൗളും ആണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല പാക്കേജിങ് ആണ്. 10ൽ 10 കൊടുക്കേണ്ട പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയ ബൗൾസിൻ്റെ ഡയമീറ്റർ വരുന്നത് 11 സെൻറ്റിമീറ്ററും അതുപോലെ ഹാർട്ട് ഷേപ്പിൻ്റെ മാക്സിമം ലെങ്ത്ത് വരുന്നത് 17 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 794 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇത് മൈക്രോവേവ് സേഫാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇത് ഫ്ലോറൽ പ്രിൻ്റ് വരുന്നൊരു സെറാമിക് കിച്ചൺ സെറ്റാണ്. അതിനകത്ത് വരുന്നത് ഇതുപോലൊരു പ്ലേറ്റും പിന്നെ 2 കുഞ്ഞു ബൗൾസും ആണ്. ഇതുപോലെ ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതുപോലെ 2 ബൗൾസാണുള്ളത്. പിന്നെ ഈ ബൗൾസ് എനിക്ക് അത്രയ്ക്ക് ഹെവി ആയിട്ട് തോന്നിയില്ല. കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇത് പ്ലേറ്റിൻ്റെ അതേ പാറ്റേണിൽ വരുന്ന ഒരു ബൗളാണ്. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 11.3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. വേണ്ടൊരു വാങ്ങിച്ചോളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 668 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. ഇതെല്ലാം അൺബോക്സ് ചെയ്ത് ലാസ്റ്റാണ് ഞാൻ ഈ ഒരു ചോപ്പ് സ്റ്റിക്ക് കണ്ടത്. ഇതുപോലെ 4 വുഡൻ ചോപ്പ് സ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ബൗളിൻ്റെ അതേ ഡിസൈൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു ഗ്ലാസ് ബൗളിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. എല്ലാം നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇത് ടോട്ടൽ 7 പീസ് വരുന്ന ഒരു ബൗൾ സെറ്റാണ്.
ഇതുപോലെ ഒരു വലിയ ബൗളാണ് വരുന്നത്, അതുപോലെ ചെറിയ 6 ബൗൾസും വരുന്നുണ്ട്. ഇത് നമുക്ക് ഐസ്ക്രീം ബൗൾസായിട്ടും പുഡിംഗ് ബൗൾസായിട്ടും യൂസ് ചെയ്യാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേണൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു ബൗൾ സെറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം ബൗൾ സെറ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 472 റുപ്പീസാണ്. പിന്നെ ഓരോ ബൗൾസും നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. പുറത്തൊരു ബോക്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇതുപോലൊരു റാപ്പ് ഉണ്ടായിരുന്നു, അതിനകത്ത് വേറൊരു ബോക്സിലാണ് ഇതുപോലെ പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ളത്. 2 വലിയ ബൗളാണ് കേട്ടോ വരുന്നത്, ഗ്ലാസ് ബൗളാണ്. 2.5 ലിറ്റേഴ്സാണ് കപ്പാസിറ്റി വരുന്നത്. നമുക്കിത് റൈസ് സെർവ് ചെയ്യാനായിട്ട് പോലും യൂസ് ചെയ്യാം, കാരണം അത്രയും വലിപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 756 റുപ്പീസാണ്. ഞാൻ ഇതുപോലുള്ള ബൗള് പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിന് ഒരെണ്ണത്തിന് 600 ആൻഡ് സംതിങ് ഒക്കെയാണ് കണ്ടത്. നമുക്കിത് മിക്സിംഗ് ബൗളായിട്ടും സാലഡ് ബൗളായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സെറാമിക് ബൗളിൻ്റെ സെറ്റാണ്. 3 ബൗൾസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള പാറ്റേൺ വരുന്ന 3 ബൗൾസാണുള്ളത്. 3ഉം ഡിഫറെൻറ്റ് സൈസിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ചെറിയ ബൗളിൽ തന്നെ കറിയൊക്കെ സെർവ് ചെയ്യാനുള്ള ഒരു വലുപ്പം വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ടൈപ്പിലുള്ള ബൗൾസാണ്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 840 റുപ്പീസാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഇതും നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു ബൗൾ സെറ്റാണ് കേട്ടോ. 2 ബൗൾസ് വരുന്നൊരു സെറ്റാണ്. ഈ ഒരു ബൗൾ ഞാൻ കുറേ ആയിട്ട് മീഷോയിൽ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു പ്രൊഡക്റ്റാണ്. ഒരു ഓഷ്യൻ ബ്ലൂ കളറാണ് വരുന്നത് 2നും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 526 റുപ്പീസാണ്. ഇതിൻ്റെ പിക്ചറിൽ വേറൊരു ബ്ലൂ ആയിരുന്നു, പക്ഷേ കിട്ടുമ്പോൾ ഈ ഒരു ബ്ലൂ ആണ്. പക്ഷേ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഇതൊരു ബൗൾ സെറ്റാണ് കേട്ടോ, സെറാമിക്കിൻ്റെ ബൗൾ സെറ്റാണ്. ഇതുപോലെ സേഫായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല പാക്കേജിങ് ആയിരുന്നു. ഇതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ബൗൾ സെറ്റാണിത്. നമുക്ക് സാലഡ്സും ഡെസേർട്ട്സൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. 180 ml കപ്പാസിറ്റിയാണ് ഓരോ ബൗളും വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സെറാമിക് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 392 റുപ്പീസാണ്. ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരുപാട് സെറാമിക് ഐറ്റംസ് ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ പർച്ചേസും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റായിട്ട് വാങ്ങിച്ചതാണെന്നേ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ബൗൾ സെറ്റാണ് കേട്ടോ, വേണ്ടവർ വാങ്ങിച്ചോളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് അത്യാവശ്യം നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെറാമിക് ഐറ്റമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുപാട് ബബിൾ റാപ്പൊക്കെ കൊണ്ട് റാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ച ഒരു ഐറ്റമായിരുന്നു, പക്ഷേ മിക്ക സമയത്തും ഞാൻ നോക്കുന്ന സമയത്ത് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ അൺബോക്സ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ള സെറാമിക് ജാറാണ്. അത്യാവശ്യം നല്ല വെയിറ്റിൽ വരുന്നൊരു ജാറാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയത്. ഇത് നമുക്ക് വെള്ളം പാലൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പാച്ചുല ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ വേസായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 550 റുപ്പീസാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ സ്പാച്ചുല ഹോൾഡറായിട്ടും യൂസ് ചെയ്യാം, കാരണം ഇത് നല്ല ഹെവി ആയിട്ടുള്ള ജഗ്ഗാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പാച്ചുലാസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതുപോലെ വേസായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു ടിഷ്യൂ ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ 1 മാസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്കത് ഡെലിവർ ചെയ്തില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് ആ സമയത്ത് കാണിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നുകൂടെ വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഭംഗിയുള്ള, നല്ല റീസണബിൾ പ്രൈസിൽ ഉള്ളൊരു ടിഷ്യൂ ഹോൾഡറാണ്. ഇതിന് 153 റുപ്പീസാണ് കണ്ടത്. ഇത് ഗോൾഡൻ കളറിലാണ് വരുന്നത്, മെറ്റലാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ വളച്ചൊക്കെ നോക്കിയത് വളയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ടിഷ്യൂസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ മുന്നേ ഒരു വിൻറ്റേജ് ടൈപ്പ് ടിഷ്യൂ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് ടിഷ്യൂസ് എടുക്കാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ, ബ്ലാക്കിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇത്രയും വലിപ്പമുള്ളതില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് മെറ്റലിലാണ്, ബാക്കിയെല്ലാം വുഡിലാണ് വരുന്നത്. 3 കമ്പാർട്ട്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പൂണ്, ഫോർക്ക്, നൈഫ്, ഇങ്ങനെ 3ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഈ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. എല്ലാ സൈഡിലും നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 392 റുപ്പീസാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു വുഡൻ ബൗളാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബൗളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 368 റുപ്പീസാണ്. ഞാനിതുപോലെ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാനാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലൊരു റോ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പം വരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് അല്ല, കുറച്ച് റഫായിട്ടുള്ളൊരു സർഫസാണുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെന്നുള്ളവർ പ്രോഡക്റ്റ് താഴെ മെൻഷൻ ചെയ്യുക. ഞാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.